ഒരു മുന്നറിയിപ്പുമില്ലാതെ കിട്ടിയ ഒരു ട്രെയിലർ ആയിരുന്നു ഇന്നലെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ റിലീസ് ട്രെയിലർ. 2 മിനിറ്റും 22 സെക്കൻഡുമാണ് ട്രെയിലറിൻ്റെ ദൈർഘ്യം. നല്ല രീതിയിൽ തന്നെയാണ് ട്രെയിലർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ മുന്നേ റിലീസായ ആവണായി എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിന് കിട്ടിയ ഒരു സ്വീകാര്യതയല്ല ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മികച്ചൊരു റെസ്പോൺസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ എത്തിയ ഈ ഒരു ട്രെയിലറിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ 70,000-ന്റെ അടുത്ത് വ്യൂസും 3600-ഓളം ലൈക്കുകളും സ്വന്തമാക്കാൻ ട്രെയിലറിന് സാധിച്ചു. റിലീസ് സിനിമകൾക്ക് മമ്മൂക്ക അങ്ങനെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല. എന്തിനേറെ പറയണം, പുതിയ റിലീസുകൾക്ക് പോലും മമ്മൂക്കയുടെ ഭാഗത്തിൽ നിന്ന് വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അമ്മയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലാലേട്ടനും അതോടൊപ്പം സുരേഷ് ഗോപിയും മമ്മൂക്കയും ചേർന്നിട്ടാണ് ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർ 3 പേരും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസിന്റെ മേലെയാണ് മമ്മൂക്ക ട്രെയിലറിന്റെ ലിങ്ക് കോപ്പി ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് നല്ലൊരു പ്രൊമോഷൻ തന്നെയാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. ഫെബ്രുവരി 7-നാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. നല്ലൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. 1989-ൽ തിയേറ്ററിൽ എത്തിയ മൂവിയാണ് ഈ ഒരു ചിത്രം. വീണ്ടും 35-36 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് സിനിമയുടെ ക്വാളിറ്റി എല്ലാം തിയേറ്ററിൽ ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും ട്രെയിലർ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് പ്രേക്ഷകന് സമ്മാനിച്ചിരിക്കുന്നത്. സിനിമ കാണാൻ തോന്നിപ്പിക്കും വിധം മനോഹരമായിരുന്നു ട്രെയിലർ. നിങ്ങൾക്ക് എന്ത് തോന്നി? ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്.